ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി ലൈക്ക് ആൻഡ് ഷെയർ. ഞാൻ സന്ധ്രാശ്രീജി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഐബ്രോസ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഷേപ്പ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലായിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഫാമിലിയായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഫാമിലി മെമ്പറാകാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഒരു ചെറിയ ബെല്ലൈക്കണും വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നു വെച്ചാൽ നമ്മുടെ ഐബ്രോസിനെ കുറിച്ച് നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് എഡിറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പറ്റുമോ. ചിലർക്കൊക്കെ ഒട്ടും ത്രെഡ് ചെയ്യണതിൻ്റെ ആ പെയിൻ താങ്ങാൻ പറ്റുന്നവരായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ചിലവർ വീട്ടിൽ നിന്ന് പ്ലക്ക് ചെയ്യുന്നവരുണ്ടാവും, പക്കർ ഉപയോഗിച്ച് പ്ലക്ക് ചെയ്തെടുക്കുന്നവരുണ്ടാവും. അതല്ലാത്തൊരു റേസർ ഉപയോഗിച്ച് എന്തെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്ത് എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബെറ്റർ ആയിട്ടൊരു സൊല്യൂഷനാണിത്. അപ്പോൾ എന്ന് വെച്ചാൽ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാവരുടെയൊക്കെ കൈകൾ നല്ല ഷിവറിങ് ഹാൻഡ് ഉള്ളവർക്കാണെങ്കിൽ സ്റ്റഡിയായിട്ട് ഐബ്രോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഐബ്രോസൊക്കെ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു റിസ്ക് എടുത്ത് നമ്മൾ ഐബ്രോസിലൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മുടെ ഫേസിൽ എപ്പോഴും ഫ്രെയിമായിട്ട് നിൽക്കുന്നത്, അതായത് നമ്മുടെ ഫേസിന് കുറച്ച് അട്രാക്റ്റീവ് ലുക്ക് നൽകുന്നത് നമ്മുടെ എപ്പോഴും ഐബ്രോസാണ്. കണ്ണുകളാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് എഴുതുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഐബ്രോസാണ് നല്ലപോലെ എഴുതി കൊടുക്കേണ്ടത്. കാരണം ഐബ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്വിൻ സിസ്റ്റേഴ്സ് പോലെയാണ്. അവർ നല്ല പോലെ, അതായത് ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തെ അട്രാക്റ്റീവ് ലുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണപ്പെടും. നമ്മുടെ ഐബ്രോസ് കറക്റ്റായിട്ടുള്ള ഷേപ്പിലാണ് ഇരിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ഓരോ ഫേസ് ലുക്ക് ഉള്ളവർക്കും ഓരോ ഇതായിട്ടായിരിക്കുമല്ലോ ഐബ്രോസ് ഇരിക്കുന്നത്. അപ്പോൾ ഓവൽ ഷേപ്പ് ഫേസ് ഷേപ്പ് ഉള്ളവർക്കാണെങ്കിൽ ഐബ്രോസ് എങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. കാരണം അവർക്കുടെ ഫേസ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റ് ആയിട്ടുള്ള ഫേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഐബ്രോസ് വയ്ക്കാം. ഇപ്പോൾ ഇച്ചിരി ലെങ്ത്തുള്ള ഫേസിന് കുറച്ച് നീട്ടമുള്ളവരുടെ ഫേസ് ആണെങ്കിൽ അവരുടെ എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള ഐബ്രോസ് ആയിരിക്കും. അങ്ങനെ ഇരിക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണപ്പെടുക. അല്ലെങ്കിൽ അവരുടെ ലെങ്ത്ത്, മുഖത്തിനുള്ള ഫേസിൻ്റെ നീട്ടം കുറച്ചുകൂടെ നീളത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പം അതല്ലാതെ ചിലവർക്ക് ഹാർട്ട് ഷേപ്പ് ഉള്ളവരുണ്ടാവും. അപ്പം ഓരോ മുഖത്തിനും ഓരോരോ ഐബ്രോസിനും ഓരോ ഫേസ് ആയിരിക്കും, ഷേപ്പിലായിരിക്കും അത് കാണപ്പെടുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പം നമ്മുടെ ഐബ്രോസ് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം നീളമുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എനിത്തിങ്, പെൻസിലോ സ്കെയിലോ എന്തെങ്കിലും എടുക്കാം. കുറച്ച് നീളം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ് പാർട്ടീഷൻ ചെയ്യുന്നത് നമുക്ക് ഈക്വൽ പാർട്സായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഈക്വൽ പാർട്സിൻ്റെ ഈ ഒരു പോർഷനിൽ, അതായത് ഈ ഐബ്രോസ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പോർഷനിൽ, അപ്പോൾ നമ്മുടെ ഇതിന് ഈ ഒരു എക്സാക്ട് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ഈ സ്കെയിൽ വന്ന് നിൽക്കുന്നത് അവിടെ തൊട്ടാണ് ഇവിടെ ഒരു ചെറിയ ഒരു വിടവില്ലേ, അവിടെയാണ് കേട്ടോ പറയണേ. എനിക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നില്ല, ഞാൻ ഈ സൈഡിലായിട്ട് പിക്ചർ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തൊട്ടാണ് നമ്മുടെ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യേണ്ട എക്സാക്ട് പൊസിഷൻ. അതുപോലെ തന്നെ നമ്മുടെ എൻഡിങ്, അതായത് ഐബ്രോസിൻ്റെ എൻഡിങ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു എഡ്ജില്ലേ, അതായത് നോസിൻ്റെ ഈ ഒരു എഡ്ജിൽ നിന്നും കണ്ണ്, അതായത് നമ്മുടെ ഐസിൻ്റെ ഏറ്റവും എൻഡ് പൊസിഷനിലായിട്ട് വെക്കുക. ഇങ്ങനെ വെക്കുക. അതായത് ഐബ്രോസിൻ്റെ എൻഡിങ് പാർട്ട് എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ഐബ്രോസിൻ്റെ എൻഡ് പോർഷൻ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കറക്റ്റ് എക്സാക്ട് പൊസിഷനായിട്ട് നിങ്ങളുടെ ഐബ്രോസ് ഇരിക്കുന്നത്. എവിടെയാണ് നിങ്ങൾക്ക് ആർച്ച് ഷേപ്പ് വരേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ഭാഗമല്ലേ, ഈ പൊസിഷനിൽ തന്നെ ഐയുടെ നേരെ നടുവ് ഭാഗത്തേക്കൂടെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ എവിടെയാണോ ആർച്ച് ഷേപ്പ് ഒക്കെ എടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് നിങ്ങളുടെ ആ ഐബ്രോസിൻ്റെ മേളത്തെ ആ ഷേപ്പ് വരണ്ടേ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ ആർച്ച് ഷേപ്പ്, എവിടെയാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്, എവിടെയാണ് അതിൻ്റെ എൻഡിങ് പോയിൻ്റ്. അതനുസരിച്ച് നിങ്ങളുടെ എക്സാക്റ്റായിട്ടും നിങ്ങളുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഒന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതേ രീതിയിൽ നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ റേസർ. ഞാൻ 3 സെറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഐബ്രോസ് മാത്രം റിമൂവ് ചെയ്യാനുള്ളതല്ല കേട്ടോ. നമുക്ക് അതായത് ഫേസിലൊക്കെ ഹെയർസ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഇയേഴ്സിൻ്റെ ഒക്കെ താഴെയുള്ളൊരു ചെറിയ ചെറിയ കുട്ടി രോമം ഉണ്ടാവുമല്ലോ ചിലർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള രോമം ഉള്ളവരാണെങ്കിൽ അങ്ങനെയും അതൊക്കെ റിമൂവ് ചെയ്യാൻ സിമ്പിളാണ് ഈ ഒരു റേസർ വെച്ചിട്ട്. ഇനി ഇതിൻ്റെ റേസർ എന്ന് പറയുമ്പോൾ റേസർ എൻക്ലോസ് ചെയ്തൊരു ക്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം. കഴിഞ്ഞ ശേഷം നമ്മുടെ യൂസ് കഴിഞ്ഞ ശേഷം സേഫായിട്ട് അടച്ചു വെക്കാം. ഓൾസോ അതിൻ്റെ റേസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുന്നതല്ല കേട്ടോ. എന്നു വെച്ചാൽ നമ്മുടെ സാധാ ബ്ലേഡൊക്കെ ഇല്ലേ അതുപോലെ ഷാർപ്പായില്ല. കാരണം അതിൻ്റെ എഡ്ജ് ഭാഗം കുട്ടി കുട്ടി സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കധികം യൂസ് ചെയ്യുമ്പോൾ അതായത് ഐബ്രോസ് റിമൂവ് ചെയ്യുമ്പോൾ പുരുകൊക്കെ കട്ടായി പോകും എന്നുള്ള പേടിയേ വേണ്ട. പിന്നെ ഈസി ടു ഹാൻഡിലാണ്. വളരെ എന്നുവെച്ചാൽ അതിൻ്റെ താഴെ ഭാഗം നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീളമുള്ള പോലെ ലെങ്തി ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. പിന്നെ അതിന് അധികം വെയിറ്റ് ഒന്നുമില്ല. ഭയങ്കര പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, ഒരു പേടിയില്ലാണ്ട് നമുക്ക് പയ്യെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ്, ഐബ്രോസിലുള്ള ഹെയർസ് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെന്താ പറയാനുള്ളത്, നമുക്ക് ഐബ്രോസ് കുറച്ച് നമ്മുടെ നിങ്ങളുടെ മുഖം എങ്ങനെയാണ്, ചിലർക്കൊക്കെ ഫേസ് വളരെ വീതിയുള്ളവരുടെ ഫേസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫേസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെ തിന്നായിട്ട് നിങ്ങളുടെ ഐബ്രോസ് എടുക്കാണ്ടിരിക്കണമായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെ തിന്നായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ കുറച്ചുകൂടെ എൻലാർജ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ലെങ്ത് ആയിട്ടുള്ളവരുടെ ഫേസ്, കുറച്ച് വീതിയൊക്കെ ഉള്ളവരുടെ ഫേസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാണ്ടിരിക്കണമായിരിക്കും ബെറ്റർ. നമ്മുടെ പുരികത്തിൻ്റെ അവിടുത്തെ ഹെയർസ്, അതായത് ഐബ്രോസിൻ്റെ ഹെയർസ് വളരുന്നത് 2 ഡയറക്ഷനിലായിട്ടാണ്. മേളിൽ നിന്ന് വരുന്നത് ഓൾസോ താഴത്തേക്കും, അതേപോലെ തന്നെ താഴത്തുനിന്ന് വളരുന്ന ഐബ്രോസ് കുറച്ച് മുകളിലേക്കുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ഐബ്രോസിൻ്റെ ഹെയർസ് വളരുന്നത്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അതിനെന്ന് വെച്ചാൽ മേളിൽ നിന്ന്, അതായത് നമ്മുടെ പുരുകത്തിൻ്റെ മുകളിലത്തെ സെക്ഷനല്ലേ, നെറ്റിയുടെ അവിടുത്തെ ഹെയർ മേളിൽ നിന്ന് താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ താഴത്തെ ഭാഗം റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് ആ റേസർ ഒന്ന് സ്ലൈഡ് ചെയ്ത് പിടിച്ചിട്ട് അതൊന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഹെയർസൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫേസിൽ കുരുക്കളൊക്കെ വരാറുള്ള ഫേസാണെങ്കിൽ, ഒത്തിരി വലിയ പിമ്പിൾസൊക്കെയാണ് വരാറുള്ളതെങ്കിൽ ഫേഷ്യലിൽ ഈ ബ്ലേഡ് വെച്ച് ഹെയർസ് റിമൂവ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ചിലർക്കൊക്കെ ഫേസിൽ ഹെയർസ് കൂടുതലുണ്ടാകുമ്പോൾ നിങ്ങൾ ഈ റേസർ വെച്ച് ഫേസിൽ ഹെയർസ് റിമൂവ് ചെയ്ത് നോക്കും. അപ്പം അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ ആ ഫേസിൽ കുരുക്കളൊക്കെ വന്ന് നിൽക്കുന്ന ടൈമാണെങ്കിൽ അത് ഈ ഒരു റേസർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ആ കുരുക്കളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലീഡിങ് ആവാനും ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈ റേസർ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യാണ്ടിരിക്കാനായിരിക്കും ഏറ്റവും ബെറ്റർ. കുരുക്കളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങളത് യൂസ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പ്രോസസ്സാണ്. ബ്യൂട്ടി പാർലറിൽ പോവാണ്ട് ത്രെഡിങ്ങിൻ്റെ ഒന്നും പെയിൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് ത്രെഡൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കൊരു ഷേപ്പ് ഉണ്ടാവും നിങ്ങളുടെ ഐബ്രോസിന്. ആ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഞാൻ ഈ ഐബ്രോ റേസർ വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. എനിക്ക് പറ്റാവുന്നതുകൊണ്ട് ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഞാനിനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, സജഷൻസ് പറയാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.